യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ആരുടെ കാറിലാണ്? രാഹുൽ ചുവന്ന പോളോ കാറിലാണ് പാലക്കാട് നിന്ന് പോയതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നമ്പർ പരിശോധിച്ചപ്പോൾ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെയും ദൃശ്യങ്ങളാണ് DVR നിന്നും ഡിലീറ്റ് ചെയ്തത്. സ്വന്തം വാഹനം ഫ്ളാറ്റിൽ നിർത്തിയിട്ട ശേഷമാണ് മറ്റൊരു കാറിൽ രാഹുൽ പോയതെന്നാണ് വിവരം. CCTV ഇല്ലാത്ത വഴികൾ തെരഞ്ഞെടുത്തായിരുന്നു യാത്ര. കേസെടുത്ത് 4-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പോലീസ് സംസ്ഥാനത്തെമ്പാടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വലവിരിച്ചിരിക്കുന്നു. പക്ഷെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞ 4 ദിവസമായി വ്യാപകമായി തിരച്ചിൽ നടത്തുമ്പോഴും പരിശോധന നടത്തുമ്പോഴും ഒരു സൂചനയുമില്ല. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ. അതിനിടെ രാഹുൽ മുങ്ങിയത് ഒരു ചുവന്ന പോളോ കാറിലാണ്. അതൊരു സിനിമാ താരത്തിന്റെ കാറാണ് എന്ന സൂചന മാത്രമാണ് പുറത്തു വരുന്നത്. എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്? ഇയാൾ സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ടോ പോലീസ്? പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്ന് നമുക്ക് ആദ്യം പറയേണ്ടി വരും. കാരണം വ്യാഴാഴ്ചയാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് മുങ്ങുന്നത്. എവിടേക്ക് പോയെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ അത് പൂർണ്ണമായിട്ടും ഫലവത്തായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒന്നാമത്തെ കാരണം, രാഹുൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. രാഹുലിൻ്റെ കൂടെയുള്ളവരെയും ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ പോലീസിൻ്റെ അന്വേഷണം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണെങ്കിൽ അത് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമതായിട്ട് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചനയാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ആധികാരികമാണെന്ന് പറയുന്നതല്ല, ലഭിക്കുന്ന ഒരു സൂചനയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ക്യാമറകളില്ലാത്ത വഴി ഉപയോഗിച്ചാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് പാലക്കാട് നിലവിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും CCTV ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇടങ്ങളിലെ ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകാനിടയുള്ള മേഖല, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, വീട്, അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ CCTV ക്യാമറകൾ ഇല്ലാത്ത അല്ലെങ്കിൽ അത് ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇല്ലാത്ത ആ റൂട്ട് വഴി നമ്മൾ സാധാരണ പറയുന്നത് പോലെ കട്ട് റോഡ് വഴിയൊക്കെ എന്ന് പറയുന്ന രീതിയിലൊക്കെ ഉൾനാട്ടിലൂടെ അദ്ദേഹം പോയി എന്ന് വേണം കരുതുവാൻ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിവരമായിട്ടുള്ളത് ഒരു ചുവന്ന പോളോ കാറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള തരത്തിലാണ്. അത് ആ CCTV ദൃശ്യങ്ങളിൽ ഉള്ള കാറിലെ നമ്പർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും അത് സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടില്ല. അതൊരു അഭ്യൂഹം മാത്രമാണ്. ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേതെങ്കിലും തരത്തിൽ വഴി തിരിച്ചുവിടാനോ പോലീസ് നൽകുന്ന സൂചനയുമാകാം. എന്തുതന്നെയാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലെ വ്യാഴാഴ്ചയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. അത് ഒരുപക്ഷെ കെയർടേക്കറെ സ്വാധീനിച്ച് അങ്ങനെ ഒരു നടപടി ചെയ്യിച്ചതാകാം എന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും കെയർടേക്കറെ SIT ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടിയും പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പാലക്കാടിന് പുറമെ തൃശ്ശൂരും മലപ്പുറവും അതേപോലെ കോയമ്പത്തൂർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അന്വേഷണം നടത്താൻ കഴിയാത്തതാണ് ഇവിടെ ഒരു തിരിച്ചടിയായിട്ടുള്ളത്. ബുധനാഴ്ചയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ വരാനുള്ളത്. അപ്പോഴേക്കും അത് അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുക. പക്ഷേ അതിന് മുൻപേ പിടികൂടുക എന്നത് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത്. അതിനുവേണ്ട നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. പക്ഷേ ഒരു നാട്ടിലെ MLA എവിടെയെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 4 ദിവസമായിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. ടോം. തീർച്ചയായും അനുമതി സൂചിപ്പിച്ചതുപോലെ ഈ വ്യാപകമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ DVR നിന്നും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച നിലയിലാണ്. അതിൽ പ്രധാനമായും പോലീസ് പരിശോധിച്ചത് ഈ രാഹുൽ രക്ഷപ്പെട്ട വാഹനം ഏതാണ് അത് കണ്ടെത്താൻ വേണ്ടിയാണ്. അന്നേ ദിവസത്തെ ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം
ഈ യുവതി, പീഡനത്തിനിരയായ യുവതി പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയെന്ന് പറയുന്ന ആ ദിവസത്തെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ DVRൽ നിന്നും ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാത്രമല്ല മറ്റെന്തൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ തെളിവുകളാണ് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ഈ DVRൽ ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ വീണ്ടെടുക്കാനായിരിക്കും. പക്ഷേ അതിന് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു DVRന്റെ കപ്പാസിറ്റി 1 വർഷമോ 2 വർഷമോ പഴക്കമുള്ള ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ അതിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ കുട്ടി മൊഴി നൽകിയ ദിവസത്തെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പക്ഷേ അത്രയും സ്റ്റോറേജ്, എത്ര മാസത്തെ സ്റ്റോറേജ് അതിലുണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഉതകുന്ന തരത്തിലുള്ള മറ്റ് തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒന്ന്, ആ കുട്ടി നൽകിയ മൊഴി പ്രകാരം പാലക്കാട് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മൊഴിയിലുള്ള വിശദാംശങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്വേഷണത്തിനൊപ്പം തന്നെ പുരോഗമിക്കുന്നത്. അത് പാലക്കാടും അനുബന്ധ കേന്ദ്രങ്ങളും അനുബന്ധ മേഖലകളും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ടോം സൂചിപ്പിച്ച CCTV ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്കിംഗ്, ആ ദിവസങ്ങളിൽ അവരുടെ മൊബൈൽ ഫോൺ ഈ പറയുന്ന ടവർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ CDR, അതിൻ്റെ കാൾ റെക്കോർഡിംഗ് ഡീറ്റെയിൽസൊക്കെ പരിശോധിക്കുന്ന നടപടികളും സൈബർ സെല്ലിൻ്റെ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൊഴിയുടെ ആധികാരികത, അതിന് തെളിവ് ശേഖരണവും രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിക്കുന്നതിനൊപ്പം നടക്കുന്നത്. ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ളാറ്റ് അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ കെയർ ടേക്കർ അതിന് മറുപടി പറയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ആരൊക്കെയാണെന്ന് പോലീസിന് കണ്ടെത്തണം. മാത്രമല്ല നടിയുടെ ഏതെങ്കിലും ഒരു ചലച്ചിത്ര താരത്തിന്റെ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അത്തരം അഭ്യൂഹങ്ങളുണ്ട്, സംശയമുണ്ട്. അതിൽ ഇപ്പൊ ഈ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടമൊപ്പം ചടങ്ങിൽ പങ്കെടുത്ത 2 ചലച്ചിത്ര താരങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതിൽ തൻവീർ റാമുണ്ട്, അനുശ്രീയുണ്ട്. തൻവീർ റാമിന്റെ ഒരു വാഹനത്തിൽ പോയെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പോലീസിനൊരു സംശയമുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ചലച്ചിത്ര താരങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ സംഘം നടത്തുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള എല്ലാവരും നേരിട്ട് തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെയും സഹായിയും ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൾ റെക്കോർഡിംഗ് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ആരെയെല്ലാം വിളിച്ചു എന്നുള്ളത് കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ വ്യാഴാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവരുടെ ഫോൺ പോലീസിന് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിലും ആരുടെയെല്ലാം ഫോണിലേക്ക് കോൾ പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഈ സംശയത്തിൻ്റെ ലിസ്റ്റിലുള്ള ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരിലേക്ക് എത്താൻ പോലീസിന് വേഗത്തിൽ സാധിക്കും. അങ്ങനെ ഇത് വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പോലെയാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം നടക്കുന്നത്. ഇതിൽ സംശയമുള്ളവരോടൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ പ്രാഥമികമായിട്ട് പോലീസ് ഈ മൊഴി എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു സിനിമാ താരത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഇതൊരു മറ്റൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നത് നമുക്ക് വ്യക്തമായിട്ടില്ല. ഒന്നാമത്തെ കാരണം ഇതുമായി ബന്ധമില്ലെങ്കിൽ ഒരുപക്ഷെ അത് അവരെ ഇതിലേക്ക് വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് മറ്റ് ഇതിൻ്റെ അനുബന്ധ വിവാദമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നീക്കങ്ങൾ രഹസ്യമായിട്ടാണ് നടത്തുന്നത്. പക്ഷേ പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ രേഖകൾ വിളിച്ചതാരെല്ലാമെന്ന് കണ്ടെത്തി. അത് രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് രാഹുലിനൊപ്പമുള്ള നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള അവരുടെ ഫോൺ രേഖകൾ, അങ്ങനെ ഇതെല്ലാം തന്നെ കൃത്യമായ നിരീക്ഷണത്തിൽ. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുള്ളത്, രാഹുലിനെതിരെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം യൂത്ത് കോൺഗ്രസിൻ്റെയും സഹായത്തോടെയാണ് അദ്ദേഹം ഒളിവിൽ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്കൊരു അന്വേഷണം നീങ്ങുന്നതിന് എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തൃശ്ശൂരിലും മലപ്പുറത്തും കോയമ്പത്തൂരിലും അതുപോലെ പാലക്കാടിൻ്റെ അനുബന്ധമായിട്ടുള്ള അടുത്തുള്ള ജില്ലകളിലൊക്കെ ഏതെങ്കിലും അജ്ഞാത കേന്ദ്രങ്ങളിൽ ഈ ആരുടെയെങ്കിലും സഹായത്താൽ രാഹുൽ ഒളിച്ചു
ഒളിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഒരുപക്ഷെ ഈ പുറത്തുനിന്നുള്ള കൃത്യമായ സഹായം, പാർട്ടിയുടെ സഹായം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാകാം. എന്താണെങ്കിലും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഫോൺ റെക്കോർഡുകളിൽ ഉള്ള, അല്ലെങ്കിൽ രാഹുൽ ആരെല്ലാം വിളിച്ചു, രാഹുലിനൊപ്പമുള്ള ആരെല്ലാം വിളിച്ചു എന്നുള്ള രേഖകൾ കേന്ദ്രീകരിച്ചാണ്. രണ്ടാമതായിട്ട് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ, അതായത് CCTV ക്യാമറ പതിഞ്ഞ ദൃശ്യങ്ങൾ, അതിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട് ആരോപണത്തിലുള്ള, സംശയത്തിന് നിലവിലുള്ള ആളുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ടോം. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ രാഹുലുമായി അടുപ്പമുള്ളവർ, രാഹുലിന്റെ സ്റ്റാഫ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. രാഹുൽ മാങ്കൂട്ടം പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് വിശദമായ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്.